അല്ല മമ്മി, നമ്മൾ പോകുന്നത് ശാന്തപ്പൻ അച്ഛന്റെ വീട്ടിലേക്കാണ്. അത് വേണോ? അതെന്റെയും കൂടി വീടല്ലേ അച്ഛാ. പക്ഷെ കുഞ്ഞുമോൾ എന്ത് പറയുന്ന? കുഞ്ഞുമോളാന്റിയുടെ ദേഷ്യം ന്യായോ? സ്വന്തം മോളെയും ഭർത്താവിനെ ഉപദ്രവിച്ച ആർക്കാലും ദേഷ്യം ഉണ്ടാവും. അതുകൂടി തീർക്കാണ് നമ്മളിപ്പോ പോകുന്നത്. ഇപ്പൊ ഞാനുള്ളത് നിന്റെ വീട്ടിലാ, ഞാറുകണ്ടത്തില്. നിനക്കെന്താ അവിടെ കാര്യം? അതെന്തൊരു ചോദ്യ ചാരു. വിരുന്നിന് വന്നതാണെന്ന് പറഞ്ഞില്ലേ? നിന്റെ അച്ഛന്റെ വീട്ടിലാണ് ആദ്യത്തെ വിരുന്ന്. നിന്റെ കല്യാണം കഴിഞ്ഞ ശേഷം ഇങ്ങനൊരു വിരുന്നുണ്ടായിട്ടില്ലല്ലോ. നീ എന്റെ വീട്ടിൽ ചെന്ന് കയറിയപ്പോ ചിറ്റ അവിടെ ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല. ഉണ്ടായിരുന്നെങ്കിലേ ആട്ടിയിറക്കി വിട്ടേനെ നിന്നെ. ചിറ്റ വരുന്നതിന് മുമ്പ് പോവാൻ നോക്ക് ശ്രേയ. ഞാൻ എന്തിനു പോണം? നിന്റെ കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി ചിറ്റയുടെ ഭർത്താവിനെ മോളെയും കൊല്ലാൻ നോക്കിയതല്ലേ നീ? നിന്നെ കാണാൻ കാത്തിരിക്കുക ചിറ്റ. ദേ വെറുതെ മുന്നിൽ ചെന്ന് പെടണ്ട. അതൊന്നും നടക്കില്ല ചാരു. നിന്റെ ചിറ്റയ്ക്ക് ആവശ്യമുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ല? വാ മേഡം മോളെ, വാ. നിക്കണേവിടെ? എങ്ങോട്ടാണ് നീ പോകുന്നേ? എങ്ങോട്ടാണെന്ന്? എന്റെ മോളെയും ഭർത്താവിനെ കൊല്ലാൻ നോക്കിട്ട് എന്ത് ധൈര്യത്തോടെ നീ ഇങ്ങോട്ട് കയറി വന്നേ? ഇപ്പൊ ഇറങ്ങണ ഈ വീട്ടിൽ നിന്ന്. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് അമ്മ, ദേഷ്യപ്പെടാതെ. ആരടി നിന്റെ അമ്മ? ഏത് വയലടി അമ്മ? ആരോടി നിന്റെ അമ്മേന്ന്? കുഞ്ഞോളെ ഒഴിക്കല്ല. കുഞ്ഞാളെ, ഇതിലിച്ചിരി ഉപ്പിട്ടിരുന്നെങ്കിലേ മീനിന്റെ ഉടുമ്പനാറ്റം പോയേനെ. പോണ്ടേ? ഇറങ്ങി പോകുന്നുണ്ട് എവിടുന്ന്? ഇല്ലെങ്കിൽ ഞാൻ ചൂലെടുക്കണോ? ചൂല് ഞാൻ എടുത്തരാം അമ്മേ. ഈ രാക്ഷസ ഇങ്ങോട്ട് കേറ്റരുത്. പേടിപ്പിക്കണ്ട. എന്നെയും ബാലമാമനെയും കൊല്ലാൻ നോക്കിയത് ഇവര്. അത് ഞാൻ മറക്കില്ല. നാണം കെട്ട് കേറി വന്നേക്കുന്ന്. ചാരു ചേച്ചി ഓർത്താ, അല്ലെങ്കിൽ ഞാൻ തന്നെ കേസ് കൊടുത്ത് അഴി എണ്ണിച്ചേനെ. കല്യാണി, നീ കാര്യമായി സംസാരിക്കുന്നത്. നീ മാത്രമല്ല അമ്മായിയും. നീ ഒന്നും പറയണ്ട. നിന്റെ താലി ഇവിടെ കഴുത്തി വീഴാൻ വേണ്ടി എന്റെ മോളെ കൊല്ലാൻ നോക്കില്ലേ നീ? ഇറങ്ങി പോകുന്നുണ്ടോ?
മോളെ ദേഷ്യപ്പെടാതെ